ഹായ്, ഞാൻ ജിഷു. നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ട് എങ്ങനെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ നിലക്കടല വറക്കുക എന്നുള്ളത് ജിഷൂസ് ക്രിയേറ്റീവ് തോട്ട്സിൽ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണുക. പിന്നെ നമ്മൾ ഇവിടെ ഉപ്പൊന്നും ചേർക്കണില്ല. നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം പുതിയത് വാങ്ങിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ നിലക്കടല ഇട്ടിട്ട് നന്നായിട്ട് വറക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് പൊട്ടി തുടങ്ങും. എന്നിട്ട് പൊട്ടി കുറച്ച് എല്ലാ കടലയും പൊട്ടണം. അതിന് ഏകദേശം 10 മിനിറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ നിലക്കടല നന്നായിട്ട് വറുത്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് വെന്തില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ തോന്നൽ മാത്രമാണ്. നമ്മളൊരു ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അത് കുറച്ച് നേരം നമ്മളൊന്ന് തണുക്കാൻ വെക്കുക. അപ്പം നമുക്ക് തോലൊക്കെ നന്നായിട്ട് അടർന്ന് നല്ല നിലക്കടല വറുത്തത് കിട്ടും. അപ്പോൾ പീനട്ട് ബട്ടറിന് ആവശ്യമുള്ളത് നിലക്കടല വറുത്തതാണ്. പീനട്ടിൻ്റെ ബട്ടറല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വറുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് നന്നായിട്ട് തോല് കളയണം, ഒന്ന് ഞെരടി കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഞെരടുമ്പോൾ അതിൻ്റെ തണുത്തതിന് ശേഷം നന്നായിട്ട് തോല് കൊണ്ട് ഞെരടുമ്പോൾ, നമ്മുടെ തോല് കൊണ്ടല്ല നമ്മുടെ കൈ കൊണ്ട് ഞെരടുമ്പോൾ നമ്മളുടെ തോലൊക്കെ പോയി നല്ല നിലക്കടല നമുക്ക് കിട്ടും. ഇനി അത് നന്നായിട്ട് ഞെരടിയിട്ടുണ്ട്. നമ്മളുടെ വിറ്റാമിൻസിൻ്റെ കലവറയാണ് ഈ നമ്മുടെ പീനട്ട് ബട്ടർ. വിറ്റാമിൻ എ, സി, ഇ, കെ അങ്ങനെ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഒമേഗ 6 ഫാറ്റി ആസിഡ് ഉണ്ട്. പിന്നെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം പീനട്ട് ബട്ടർ കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഞെരടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് നമ്മളുടെ അരി ഊറ്റില്ലേ, ആ അരി ഊറ്റുന്ന പാത്രം വയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഞെരടി വെച്ചിട്ടുള്ള നമ്മുടെ നിലക്കടല അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ തോലില്ലേ, തോല് താഴത്തേക്ക് പോകും. നിലക്കടല മാത്രം നല്ല രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് തോന്നും എത്ര നിലക്കടല നമ്മൾ എടുക്കണം ഇങ്ങനെ പീനട്ട് ബട്ടർ ഉണ്ടാക്കുമ്പോൾ. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഏറ്റവും ചെറിയ മിക്സിയുടെ ജാറിൻ്റെ അളവിലാണ് നമ്മൾ നിലക്കടല എടുക്കേണ്ടത്. എൻ്റെ മിക്സിയുടെ ജാറ് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നിലക്കടല മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തോലൊക്കെ കളഞ്ഞ് നല്ല ടിപ്പായിട്ട് എടുത്തിട്ടുണ്ട് നിലക്കടല. അപ്പോൾ നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നിലക്കടല നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ നമ്മൾ നിലക്കടല ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ്, പഞ്ചസാരയാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് തേൻ യൂസ് ചെയ്യാം, ഒന്നും കൂടി ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ വേടിക്കുന്ന നിലക്കടലയിൽ ധാരാളം പ്രിസർവേറ്റീവ്സ് ഇടും. അതുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പീനട്ട് ബട്ടർ വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് പിന്നെയും നമ്മൾ ക്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വെണ്ണ ഇട്ട് കൊടുത്തു. വെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അധിക ദിവസം ഇരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ കുറച്ച് നമ്മളുടെ തൈരിൻ്റെയൊക്കെ അംശം ഉണ്ടാവും. അപ്പം ഞാനവിടെ ഇട്ടു. ഞാൻ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇനി നമ്മൾ എന്താ വെച്ചാൽ നന്നായിട്ട് അരച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഇരിക്കണം എന്നുള്ളവർ കുറച്ച് നമ്മൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടണില്ല തോന്നുകയാണെങ്കിൽ കുറച്ച് നമ്മളുടെ സൂര്യകാന്തി എണ്ണ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ പീനട്ട് ബട്ടർ റെഡി എടുത്തിട്ടുണ്ട്. നമ്മളുടെ ചപ്പാത്തിയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത്, ബ്രെഡിൻ്റെ മുകളിൽ, സാൻഡ്വിച്ചിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാം. ഒരു അടിപൊളി 4 മണിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഞാൻ ബ്രെഡിൻ്റെ മുകളിൽ പീനട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.